Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ സ്മോൾ ഷുഗർ ബീഡ്സ് ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്ക് ബീഡ്സ് വേണം, അപ്പോൾ അതും ആൻറ്റി ഗോൾഡ് കളറുടെ തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്റ്റോൺസ് ആണ് വേണ്ടത്. ഇതുപോലത്തെ സിൽവർ കളറിൽ കുറച്ച് സ്റ്റോൺസ് നമുക്ക് വേണം. നമ്മളിത് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 7000 എന്നും പറഞ്ഞ ഗ്ലൂ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു സ്ലീവ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. സ്ലീവിൻ്റെ ബോർഡർ വന്നിട്ടുണ്ട്, താഴെയുള്ള എഡ്ജ് ഭാഗം ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 4 ഇഞ്ചാണ്. 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3.5 ഇഞ്ച് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം. എന്നിട്ടാണ് നമ്മൾ ആ ഒരു റൗണ്ട്സൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ആ റൗണ്ട്സുള്ള ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ സ്റ്റോൺസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ചെയ്തിട്ട്. എല്ലാ ഫ്ലവേഴ്സിൻ്റെ എല്ലാ റൗണ്ട് വരുന്ന ഭാഗത്തും നമുക്ക് ആ ഒരു സ്റ്റോൺസ് നമുക്ക് ഒടിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഫ്ലവേഴ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിന് ചുറ്റും നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത് ഒരു 8 സ്റ്റാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ താഴേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ നെക്ക് എംബ്രോയിഡറി ഡിസൈൻ ഞാൻ അച്ചൂസ് ഡിസൈൻ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ നെക്ക് ഡിസൈൻ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. നമ്മുടെ സ്ലീവ് ഡിസൈനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കേ. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ഈ ഒരു സ്റ്റോൺസിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സ്ലീവ് ഡിസൈൻ നമുക്ക് പാർട്ടി വെയർ സൽവാർ സെറ്റാണ്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ലീവ് ഡിസൈൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്റ്റോൺസിൻ്റെ ഭാഗത്തും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗ്യാപ്പുള്ള കുറച്ച് ഭാഗമൊക്കെ ഉണ്ട്. ആ ഭാഗത്തൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ബീഡ് ഒരു സ്പ്രെഡ് ചെയ്ത പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. ലോക്കിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ സ്റ്റിക്ക് ബീഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓരോ സ്റ്റിക്ക് ബീഡ് ഫിക്സ് ചെയ്തു. ഇനി കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലായിട്ട് ഒരു ബീഡ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ചുറ്റിനും റൗണ്ടിൽ ഒരേ ബീഡ്സ് നമുക്ക് ത്രെഡിലൊന്ന് എടുക്കാം. അപ്പോൾ ഇത് 8 ബീഡ്സിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് റൗണ്ടിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു സ്റ്റിക്ക് ബീഡ് അത് കുറച്ച് അകലത്തിൽ നമ്മൾ ഈ ഒരു റൗണ്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് അകലത്തിൽ ഒരു സ്റ്റിക്ക് ബീഡ് അങ്ങനെയാണ് നമ്മുടെ ഒരു സ്പ്രെഡ് ചെയ്ത പോലെയാണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് പാറ്റേൺ വന്നിട്ട് മുകളിലും താഴെയും 2 ലൈൻ വെച്ച് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു 2 ലൈൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഈ ഒരു ഷുഗർ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബോർഡർ ഭാഗത്തായിട്ട് താഴെയും മുകളിലുമായിട്ട് നമ്മൾ ബോർഡറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ 2 ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ആ 2 ലൈനും നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കണം. ആദ്യം തന്നെ ഒരു ബീഡ് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അത് ആദ്യം വീണ്ടും നമുക്ക് അതിനകത്തൂടെ തന്നെ നമുക്ക് നീഡിലെടുത്തിട്ട് അടുത്തൊരു ബീഡ് നമുക്ക് കുറച്ച് മുൻപിലേക്ക് നീക്കി ഫിക്സ് ചെയ്യുക. വീണ്ടും അതിൻ്റെ സെൻറ്ററിൽ കൂടെ നീഡിൽ കൊണ്ടുവരിക. അപ്പോൾ അത് ഫിക്സായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബീഡ്സ് നമുക്ക് ഫിക്സായിട്ട് ഇരിക്കത്തുള്ളൂ.
ഇതുപോലെ തന്നെ നമുക്ക് ആ മുകളിലത്തെ ലൈനും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.